ഈ കാണുന്ന ഇതെല്ലാം നമുക്ക് ഈ ഫൗണ്ടൻ ഏരിയ മുഴുവനും വെള്ളമൊക്കെ നിറച്ച് നല്ല ഫൗണ്ടനൊക്കെ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും അങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടില്ല. പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു സൂപ്പർ വിഷ്വൽ എഫക്റ്റ് ആയിരിക്കും. നല്ല രസമുണ്ട് കാണാൻ. അതെ. പക്ഷെ നന്നായിട്ട് മെയിന്റെയിൻ ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ കുറേ കൂടെ മനോഹരമാക്കാം കേട്ടോ. ഞാൻ വിചാരിച്ചിട്ട്. കാരണം ഇതിന്റെയൊക്കെ ആ സൈസ് കാര്യങ്ങളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് നിർത്തുവാണെങ്കിൽ. കണ്ടോ നോക്കിക്കേ. ഇരിക്കുന്നതിന്റെ കണ്ടില്ലേ? നമ്മള് ശരിക്കും 2 ആൾ പൊക്കമല്ല 3 ആൾ പൊക്കം ഉണ്ടെന്ന് തോന്നുന്നു. അതിന്റെ ആ ഹൈറ്റ്. ആൾക്കാരൊക്കെ പോകുമ്പോൾ കണ്ടില്ലേ? ആ മിനാരങ്ങളുടെയൊക്കെ അടുത്ത് കൂടി പോകുമ്പോൾ അതിന്റെ 3-4 ബിൽഡിങ്ങിന്റെ പക്ഷേ ഇതൊന്ന് ആലോചിച്ച് നോക്കണം. 400 കൊല്ലം മുമ്പ് പണിത കെട്ടിടമാണെന്നുള്ളത്. കണ്ടാ പറയും. ഇത് കേറി ചെല്ലുന്നത് താജ്മഹലിന്റെ മെയിൻ എൻട്രൻസിന്റെ അങ്ങോട്ടേക്കാണ്. അങ്ങനെയല്ല. ശരിക്കും പറഞ്ഞാൽ ഇതാണ് താജ്മഹൽ. നമ്മളാ മെയിൻ ആ ഷാജഹാന്റെയും മുംതാസിന്റെയും കല്ലറകളുടെ അങ്ങോട്ട് പോകുന്ന ഓ, ഇതാണ് നമ്മൾ ഈ കണ്ടത്. അപ്പൊ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഇതൊക്കെ നമ്മള് ഒരു സൗകര്യത്തിന് വേണ്ടി മരത്തിന്റെ ഒരു സ്റ്റെപ്പുകളൊക്കെ അവര് ചെയ്ത് വെച്ചേക്കുവാണ്. ഓക്കെ. ഇത് കേറി ചെന്ന് കണ്ടോ? ഇത് കേറി ചെല്ലുമ്പോൾ അതിന്റെ ആ മെയിൻ മസോളിയത്തിന്റെ ഫ്രണ്ടിലേക്കാണ് നമ്മൾ ചെല്ലുന്നത്. കണ്ടില്ലേ? കാരണം ഇതും നമ്മളൊരു തറ പോലെ ഇങ്ങനെ പണിതിട്ടേക്കുവാ. ഓക്കെ. അതായത് മാർബിൾ എന്ത് കൊണ്ട് തന്നെ. രസമുണ്ട് കാണാനല്ലേ? അടിപൊളിയല്ലേ? നോക്കിക്കേ. അടിപൊളിയായിട്ടുണ്ട്. ശരിക്കും ഇതും പറയുമ്പോഴത്തേക്കും ഇത് പരമാവധി നമ്മൾ ക്യാമറയിൽ എടുക്കാൻ നോക്കി. പക്ഷേ നമുക്കത് വിവരിക്കാൻ പറ്റില്ല. ഈ ഇതിന്റെ ആ ഭംഗിയൊക്കെ നമ്മൾ നേരിട്ട് തന്നെ കാണും. കണ്ടാലേ മനസ്സിലാവുള്ളൂ. പക്ഷേ പക്ഷേ അതിന്റെ വീഡിയോയിൽ തന്നെ അടിപൊളിയായിട്ട് നല്ല രസമുണ്ട് കാണാൻ. നല്ല തിളങ്ങി വെട്ടിത്തിളങ്ങി നിൽക്കുന്നത്. അതില് ഒരു കാര്യം കൂടിയുണ്ട്. ഇത് കണ്ടില്ലേ? ഒരു വാതിൽ പോലെ എൻട്രൻസിൽ ഇതൊക്കെ അറബിക് ലെറ്റേഴ്സ് ആണ് ഉപയോഗിച്ച് ശരിയാണ്. ഏറ്റവും വാതിൽ എൻട്രൻസിലും സൈഡിലെല്ലാം എല്ലാം അറബിക് എനിക്ക് തോന്നുന്നു ഖുറാനിലെ പദങ്ങളെന്നാണ് പറഞ്ഞു കേട്ടത്. ആ നല്ല അറബിക് രസമുണ്ട്. ലെറ്റേഴ്സ് ആണ് അവിടെ എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. കണ്ടോ? ഇതാണ് നമ്മൾ ആ നേരത്തെ സംസാരിച്ച മിനാരം. കണ്ടോ? ഇത് ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അറിയാം. കുറച്ച് ആ പുറത്തേക്ക് തള്ളിയ ചരിഞ്ഞാണ് ഇരിക്കുന്നത്. കണ്ടില്ലേ? കാണുമ്പോൾ ആ മിനാരത്തിലേക്ക് നമുക്ക് കേറാട്ടോ വേണമെങ്കിൽ. പക്ഷേ നമ്മളെ അനുവദിക്കില്ല. പക്ഷേ ഉള്ളിലേക്ക് കേറി മേളിൽ പോയി നിൽക്കാവുന്ന ഗോവണികളുണ്ട് അവിടെ. അതിന്റെ ഉള്ളിൽ ഗോപുരങ്ങളുണ്ട്. അതിന്റെ ഉള്ളിലുണ്ട്. പക്ഷേ അത് നമുക്ക് പബ്ലിക്കിന് ആ ഡോർ എൻജോയ് കാണാം. പറ്റില്ല. ഡോർ കാണാം. മിനാരത്തിൽ ഡോറുകൾ കാണാം. അതെ, അതെ. നമ്മൾ ശരിക്കും ഇതൊരു 2 നിലയുടെ ഒരു ഫീൽ തോന്നുമെങ്കിലും ആൾക്കാർ നിൽക്കുന്നത് നോക്കിയാൽ മതി എത്രയോ പൊക്കത്തിലാണെന്നുള്ളത്. 2 നിലയല്ല. ശരിക്കും കുത്തബ് മിനാർ കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. കുത്തബ് മിനാർ കണ്ടു കഴിഞ്ഞാൽ ഹൈറ്റ് കുത്തബ് മിനാറിനാണ് തോന്നുമെങ്കിലും ശരിക്കും താജ്മഹലിനാണ് കുത്തബ് മിനാറിലും ഹൈറ്റ് കൂടുതൽ. കുത്തബ് മിനാറും ഏകദേശം ഇതേ ഒരു സമയത്തൊക്കെ തന്നെയാണ് നിർമ്മിച്ചത്. കണ്ടോ? നമ്മൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ കണ്ടോ? ആ ഓരോ കാര്യങ്ങളും അവർ ആലേഖനം ചെയ്ത് ശരിക്കും ഇങ്ങനെ ആലോചിച്ചാൽ മതി. നമ്മൾ ഇപ്പൊ കാണുമ്പോൾ 400 വർഷത്തിന് ശേഷം നമ്മൾ കാണുമ്പോഴും ഇത്രയും മനോഹരമാണെങ്കിൽ ആ സമയത്ത് 400 വർഷം മുമ്പ് പണിത സമയത്ത് എത്ര മനോഹരമായിരിക്കും ഇത്. അറ്റ്ലീസ്റ്റ് കല്ലൊക്കെ ഏകദേശം സ്റ്റെയിൻ പോലെ ആയിട്ടുണ്ടെങ്കിൽ പോലും ആ സമയത്ത് വെട്ടിത്തിളങ്ങി നിൽക്കുന്ന ഒരു സൗധമായിട്ട് തന്നെ നിൽക്കുന്നത്. ഉറപ്പായിട്ടും. കണ്ടോ? ആൾക്കാരുടെ ബാഹുല്യം കണ്ടോ? എന്തോരം പേരാണെന്ന് നോക്കിക്കേ ഇത് കാണാൻ വേണ്ടി വരുന്നത്. ഒരുപാട് ആൾക്കാര്.